സാമൂഹിക സാംസ്കാരിക രംഗത്ത് ബൃഹത് സംഭാവനകൾ നൽകിയ കലാലയമാണ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരത്തിലുള്ള ഒരു കലാലയം വരും കാലങ്ങളിലും മികവോടെ മുന്നോട്ടു പോകുന്നതിന് സ്വയം വിമർശനത്തോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാരാജാസ് കോളേജിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെയും പുതിയ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഒട്ടേറെ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. കലാലയങ്ങൾ മികവോടെ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ തിളക്കത്തിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മഹാരാജാസ് കോളേജ് 150-ാം വാർഷികാഘോഷങ്ങളുടെയും പുതിയ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിയും കുറ്റകൃത്യങ്ങളും അടക്കമുള്ള പ്രതിലോമ ചിന്തകളടക്കമുള്ള കാര്യങ്ങൾ യുവാക്കളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം അത് നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം തകർക്കാൻ കൂടിയുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. കുട്ടികളുടെ ഇടയിലേക്ക് അങ്ങനെ എന്തെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടെ അത് കാണാനും അതിനെതിരെ നിലപാടുകൾ എടുക്കാനും വിധേയരായിപ്പോയവരെ തിരുത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായിരുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ്, പ്രൊഫസർ എം കെ സാനു, ബിനോയ് വിശ്വം, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 15.45 കോടി രൂപ ചെലവഴിച്ച് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് 3875.65 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം നിർമ്മിച്ചത്. അതേസമയം ആലുവയിലെ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 1,82,308 ചതുരശ്ര അടിയിൽ ബേസ്മെൻറ്റ് ഉൾപ്പെടെ 3 നിലകളിലായാണ് മാർക്കറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. 88 കടമുറികൾക്ക് പുറമെ റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, മത്സ്യമാംസാദികൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം, മലിനജലം ശുദ്ധീകരിക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നിവ മാർക്കറ്റ് സമുച്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി പി രാജീവ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.